शिष्टाचारवरिष्ठा ज्येष्ठा प्रणोमि सततं श्रीभा श्रीयम्बिका आद्यं तनयकन्तां आदिदेवान्वितादिदेवकान्ताः अन्तरिक्षस्थितां शान्ता प्रणोमि सततं श्रीमां श्रीयम्बिका ഞാനും കുറച്ച് വേദികളിൽ ഇടയ്ക്ക് വായിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ നൃത്തം ചെയ്യുന്നവർക്ക് ഇപ്പോൾ കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ, സംഗീത പ്രസാദ്, കൃപ, നമ്മുടെ നന്ദേട്ടൻ്റെ മകള്, മുലനീ മാഷ മകൻ്റെ ഭാര്യ കൃപ, ഇങ്ങനെ പലരും കളിക്കുന്ന ഡാൻസ് ചെയ്യുന്ന വന്നവർക്കൊക്കെ അവർക്ക് മൊമെൻ്റോ കൊടുക്കുമ്പോൾ ഒരു ശ്ലോകം നൃത്തവുമായി ബന്ധപ്പെട്ടത്, പാട്ട് പാടുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാട്ടുകാരൻ ഗായകനോ ഗായികയോ വന്ന് അവർക്ക് അവിടുത്തെ തിരുമേനി സ്വാമിജി പ്രസാദം മൊമെൻ്റ് കൊടുക്കുമ്പോൾ അതിനെ പറ്റി കീർത്തനം. ഇടയ്ക്കൊക്കെ ഞാൻ 3-4 വേദികളിൽ അവിടെ കയറിയിരുന്നു. ഈ 4 ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇടയ്ക്ക് സംഗീതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ശ്ലോകം. ഇത്രയും ശ്ലോകം എവിടെ നിന്നാണ്? ഇതെല്ലാം വേദമാണ്. അതെ, ഒരു 1600 റിക്ക് കിടപ്പുണ്ട്. നമുക്ക് എങ്ങനെയാ മറിച്ചിടാം. വേദസൂക്തങ്ങളാണ് അതെല്ലാം. വേദത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒന്നുപോലും പറയാതിരുന്നിട്ടില്ല. ഇതൊക്കെ ഡമരുവാണ്. അതൊക്കെ നിങ്ങളിത് ഇടയ്ക്കാന്ന് പറയുന്നത്, ഇത് അവിടുത്തെ ഡമരു. വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ അവിടെ ഇപ്പോൾ മഹാന്മാർ വന്നിരുന്നു ഇല്ലേ? മറ്റേ എൻ്റെ കലാമണ്ഡലം ക്ഷേമ ടീച്ചർ വന്നപ്പോൾ നമ്മൾ ആദരിച്ചിരുന്നു. രാജാതിരാജായ പ്രസഗ്യ സാഹിനേ നമോ വയം വൈ ശ്രവണായ കുർമഹേ സഖേ കാമാങ്കാമകാമായ മഹ്യം കാമേശ്വരോ വൈ ശ്രവണോ ദതാതു കുബേരായ വൈ ശ്രവണായ. ആണാണെങ്കിൽ മഹാരാജായ നമഃ. ഇപ്പം ടീച്ചറാണെങ്കിൽ മഹാരാജ്ഞൈ നമഃ എന്ന് ഒരു നമസ്കാരമാണ്. കാരണം അതിൽ പരം നമുക്ക് അവിടെ വേറെ ഒന്നുമില്ല. നമ്മൾ വേദോക്തമായിട്ടാണ് ഒരാളെ നമ്മൾ അവിടെ സംബോധന ചെയ്യുമ്പോൾ ആദരിക്കുന്നത്. അത് ഞങ്ങൾ സ്റ്റുഡൻസും ഞങ്ങൾ അവിടുത്തെ ഡാൻസ് നർത്തകിമാരെല്ലാവരും പൂട്ടിട്ടൊക്കെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ വലിയ വലിയ ആൾക്കാര്, ലതാ മങ്കേഷ്കർ, ചിത്ര വിശ്വേശ്വരൻ, SP എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ചെയർപേഴ്സൺ അവരും അല്ലേ ഒരുപാട് പേര് വന്ന് നടത്തി തന്നു എന്ന് പറയാം. ഇപ്പം ഞാനിപ്പോൾ അവിടുത്തെ കലാപീഠത്തിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രഭാവർമ്മ സാറിൻ്റെ ക്ലാസ്സിന് ചെന്നപ്പോൾ ഇപ്പോൾ അന്നത്തെ രാഗമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രാഗം മനസ്സിലായില്ലേ? രാഗം മനസ്സിലായി. നാളെ വരുമ്പോൾ ഇതിൻ്റെ പല്ലവി ഈ രാഗത്തിൽ എഴുതണം. രാഗത്തിൽ എഴുതണം. താളവും മനസ്സിലായല്ലോ, അത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെയാണ് തുടക്കം. അപ്പം അങ്ങനെയാണ് അതാണ് അതൊരു ഗുരുനാഥൻ. എത്ര ഗുരുനാഥൻ എനിക്കറിയില്ല. പക്ഷേ ഈ ഗുരുനാഥൻ എന്നിലുള്ള എഴുത്തിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള എഴുത്തുകാരനെ കണ്ടെത്തി. അതാണ് കാര്യം. അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഒരു വാഗ്യകാരനിലേക്ക് കൊണ്ടുവരികയാണേ. വെറും ഒരു പാട്ടുകാരനല്ല, ഒരു സൃഷ്ടികർത്താവിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുക. ശരിക്കും പറയാം ഇങ്ങനെ ഇതൊക്കെ തന്നെ. പിന്നെ അവിടെയാണ് നാഗസ്വരാവലി രാഗം. സാറിന് ഇഷ്ടമുള്ള രാഗം നാഗസ്വരാവലി ഒരു ദിവസം സൂപ്പറായിട്ട് പാടിക്കൊണ്ടിരുന്നിട്ട് ഇതിനകത്തേക്ക് ഈ സാധനം രാഗവിസ്താരം ചെയ്യുകയാണ് രാവിലെ. അപ്പോഴാണ് കയറി ചെല്ലണേ. അപ്പോൾ കാര്യം പറഞ്ഞു, ഇതേ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ ഒരു തില്ലാന വേണം കേട്ടോ. അപ്പം ജതി ഉണ്ടാക്കണം. അതാണ് താളം. അതാണ്. അപ്പം ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് ആ സമയത്ത്. ഞാൻ അതിലേക്ക് വരാം. ഇത് അതെ, ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ ഭരതനാട്യം പഠിച്ചത് എൻ്റെ ഗുരുനാഥ കലാവിജയനാണ്.
കേരള കലാലയത്തിലെ കലാവിജയൻ, സാക്ഷാൽ കല്യാണകുട്ടിയമ്മ ടീച്ചറുടെയും കൃഷ്ണരാശാൻ്റെയും മകള് അവിടുന്ന് തന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ആ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂർ ബാണിയാണ്. തഞ്ചാവൂർ ഭാസ്കരൻ മാഷയുടെ ശിഷ്യത്തെയാണല്ലോ ടീച്ചർ. അപ്പോൾ ആ ഇതിലാണ് നമ്മൾ പഠിച്ചു വന്നതും. ഞാൻ അവിടെയാണ് ഭരതനാട്യം. അപ്പോൾ അന്നു മുതൽ തന്നെ തട്ട് മറ്റേ കാലിൽ ചെയ്യണതുമൊക്കെ അവിടെ ഒരു ധാരണകളുണ്ട്. അങ്ങനെയാണ് ജതി ചേർത്ത് ചെയ്യാം. ദീം താം തതരതോം തതനദിരനദീം തതരദീം തതരദീം തനദീം താം തതരതോം തതനദിരനദീം തതരദീം തതരദീം തനദീം ത ഇങ്ങനെയുണ്ട്. ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ പല്ലവി ഇത്ര, അനവല്ലവി ഇത്ര താളത്തിന് അനവല്ലവി ചരണം, ഒരു 4 വരി വേണം. തിലാനയുടെ ഫോർമാറ്റതാണല്ലോ. ആടു മുൻപാദം മേടൈ നിറൈന്തിരുക്ക ആഴ്ചി പുരിയും അർദ്ധനാരീശ്വരേ തിരികടതി ആടു മുൻപാ അങ്ങനെ. അപ്പോൾ ആടു മുൻപാദം മേടൈ നിറൈന്തിരുക്ക ആഴ്ചി പുരിയും അർദ്ധനാരീശ്വരെ ആനന്ദത്തോടാടും ഇന്ദനാട്യകലയെ ആദരിക്കും പൂർണ്ണ പ്രകാശരോ മുദ്ര. അപ്പോൾ ഈ പൂർണ്ണപ്രകാശ എന്ന് മുദ്ര വെക്കാൻ ആദ്യമൊക്കെ ഞാൻ ജയപ്രകാശ ആയിരുന്നു. അത് വലിയൊരു കഥ കേട്ടോ. അത് ജയപ്രകാശ, ഇപ്പോൾ ജയപ്രകാശ വിനുതം അല്ലെങ്കിൽ ജയപ്രകാശ പൂജിത എന്നാണ് വെച്ചത്. ഇപ്പം നമുക്കൊക്കെ മുന്നോറുകൾ പറഞ്ഞു വെച്ചിരിക്കണേ ത്യാഗരാജ, ജലജനാഭ, പത്മനാഭ എന്ന് പറഞ്ഞതാണല്ലോ, ശ്യാമകൃഷ്ണൻ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മൾ ഗുരുഗുഹ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരെയും എല്ലാവർക്കും അറിയാം, ഇന്നൊക്കെയാണെന്നറിയാം. പക്ഷേ ഇവിടെ ഞാൻ അവിടെയും എൻ്റെ വിചാരിച്ച ജയപ്രകാശ എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആദ്യത്തെ കൃതികൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ സാറൊന്നും പറഞ്ഞില്ല. സാറ് ഒന്നും തന്നെ പറഞ്ഞില്ല. പ്രഭാകർമ്മ സാർ ഒന്നും പറഞ്ഞില്ല. ജയപ്രകാശ എന്ന് മാറ്റണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഒരു കൃതി വർമ്മ സാർ പറഞ്ഞു, നീ വെറുതെ ഒരു കൃതി എഴുത്, എന്നിട്ട് നമുക്കിത് രീതി ഗൗള എന്ന് എഴുതാം, നമുക്ക് വേറെ ചിട്ടപ്പെടുത്താൻ വരട്ടെ. അതിന് മുമ്പ് എൻ്റെ ഗുരുനാഥൻ വർമ്മ സാറിൻ്റെ ഗുരുനാഥൻ ചെമ്മാങ്കുടി ശ്രീനിവാസയ്യരെടുത്ത് നമുക്ക് കൊടുക്കാം. ഓ ഗ്രേറ്റ്. നോക്കണം, കാരണം സ്വാതി തിരുനാളിൻ്റെ എത്രയോ കൃതികളെ ഭാവയാമി അടക്കം ഇന്നത്തെ ഫോമിലേക്ക് കൊണ്ടുവന്ന മഹാനുഭാവനാണത്. മനസ്സിലായി? സംഗീത കുലപതി എന്ന് പറഞ്ഞാൽ ഭാവയാമി രഘുരാം അത് ഒറ്റ രാഗമായിരുന്നു. പിന്നെ അത് 12 രാഗത്തേക്ക് മാറ്റിയതാണ്. ഷമ്മാവൂർ സാറാണ്. ഈ ഷമ്മാവൂർ സ്വാമി അത് വലിയൊരു സംഭവമാണ്. കാരണം അദ്ദേഹം ഒരു കൃതിയെങ്കിലും നിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിനക്കാം, നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് നമുക്കൊന്ന് പാടിപ്പിക്കണം. രീതി ഗൗള ചുമ്മാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തട്ടിയിട്ട് നോക്കിക്കോളാം വർമ്മ സാർ പറഞ്ഞു. വർമ്മ സാർ ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കൊടുത്തു വെച്ചാൽ അതിനൊരു ഹംസമുണ്ട്. ആരാന്നറിയാമോ? ചാലക്കുടി NS നാരായണസ്വാമി സാറ്, വയലിൻ. അയ്യോ, സാറ് വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം തൃപ്പൂണിത്തുറ വന്നപ്പോൾ, ചെമ്മാവൂർ സാറിൻ്റെ കച്ചേരിക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നെയും കൊണ്ടുപോയി. അന്ന് നമ്മുടെ ഉമയാളപുരം ശിവരാമ സാറ് കൂടെയുണ്ട്. അദ്ദേഹം നമുക്ക് ഞാൻ ചൊല്ലിക്കറേ നീ വാ എന്ന് പറഞ്ഞിട്ട് വണ്ടി അതെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ 3 പേരും കൂടി പോയി ചെമ്മാവൂർ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇവിടെ താമസമുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ അല്ല, നമ്മുടെ പനമ്പള്ളിയാറുള്ള ഒരു വീട്ടിൽ വരും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കീർത്തനമൊക്കെ കീർത്തനം ഞാൻ ബാത്തേൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ സാറ് പറഞ്ഞല്ലോ, സാറ് വിളിച്ച് പറയുകയും സാറ് ആരുടെ വശവോ കയ്യിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നീ ഇന്നേക്ക് വരുവായെന്ന് ചൊന്നാൻ വർമ്മ ചൊന്നാർ ഇന്നേക്ക് വരുവായെന്ന് അവനെ കാണറത്തേക്ക് വേണ്ടി ഇരുന്നേൻ. ചരണത്തിലെ എന്നെ എഴുതിയിരിക്കായി എന്ന് ചോദിച്ചു. ചരണത്തിലെ സർ സമ്മോഹന ജയപ്രകാശ പൂജിതം அதுதானே வேண்டாங்கிறது. நீ யாரை நீ மோகனம் பண்ண போற? கம்ப்ளீட் வட்டம் உடக்கி
ഞാനിങ്ങനെ കിട്ടാങ്ങനെ വിറയ്ക്കാണ്. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേറ്റ് പോകണമെന്നോ എന്താ വേണ്ട ഒരു പിടുത്തില്ല. അപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ച് എന്നിങ്ങനെ കിള്ളുന്നുണ്ട് നമ്മുടെ ചാലക്കുടി സാറ്, നാരായണസ്വാമി സാറ്. അപ്പോൾ പിടിച്ചിരുത്തിയേക്കുക മുമ്പിൽ. അപ്പോൾ തെറി കേൾക്കണമെങ്കിൽ തെറി കേട്ടോട്ടെ എന്നുള്ള നിലയിലാണ് നമ്മൾ. സാർ ഏതാ തവറ് വെക്കുക, എന്നെ നീ നനച്ചേ ജയപ്രകാശാണ്, നീ എന്നെ നനച്ചേ, ഒരു പേര് താനേ അത്. സാർ എൻ്റെ പേരല്ല, നോക്കണം രക്ഷപ്പെടണ്ടേ അപ്പ, എൻ്റെ പേരല്ല, എന്നോട് പേരല്ല. ജയ എന്ന 18 ജകാര യൊകാരയോഹോ 18 അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. മറ്റേ അതായത് ജയമുദീരയെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 18 പറയാൻ പോകുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കണേ. നാരായണം നമസ്കരിക്ത നിറം ചെയ്വ നിരോത്തം എന്നും പറഞ്ഞ് അങ്ങനെ തുടങ്ങിയത് തന്നെ ജയമുദീരയെ എന്നാണ്. ഞാൻ ജയത്തെ പറഞ്ഞുകൊള്ളുന്നു എന്നാണ്. ജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 എന്നർത്ഥം. എല്ലാം നോക്കിക്കോളൂ, 18 അക്ഷരം, 18 പർവ്വങ്ങൾ, 18 അല്ലല്ല മഹാഭാരതം 18 എല്ലാത്തിലും കിടക്കണേ. യുദ്ധം 18 അക്ഷൗണിപ്പടകൾ എന്ന് വേണ്ട എല്ലാം 18. അപ്പോൾ വ്യാസന്റെ ഒരു ലക്കി നമ്പർ 18, 8 ഇതാണ് കണക്ക്. ഇപ്പോഴത് തുടരുന്ന അല്ല പറയണം, അതൊരു കണക്കാണ്, അദ്ദേഹം വെച്ചൊരു കണക്കാണ്. അപ്പം ഞാൻ എന്താ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ മഹാനുഭാവത്തിൽ രക്ഷപ്പെടേണ്ടേ പറഞ്ഞിട്ട്. നമ്മൾ ജകാര യകാരയോഹോ 18 ഇരിക്കട്ടും. അടുത്തത് പ്രകാശ. അപ്പം ഞാൻ എന്താ പറയുക വെച്ചാൽ 18 പ്രകാശങ്ങൾക്ക് അധിപൻ ആരാണോ അവൻ ജയപ്രകാശൻ, ഞാനല്ല. ഏത് രക്ഷ എന്നാന്ന് ഓർത്തോളം കുഞ്ഞാ ഞാനന്ന് ഡിഗ്രി പഠിക്കുക, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുക. ഒന്ന് ആലോചിച്ച്, അത്രയേ ഉള്ളൂ. 18 വയസ്സായിട്ടില്ല. ആ സമയത്താണ് സംസാരം, 18 കുറിച്ച് ഞാൻ സംസാരം. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഇതിനോട് കൂടെ ഒരു ഡിക്ഷണറി കൂടി കൊടുക്കണം. ഇതാണ് 18ക്ക് ഇന്ന അർത്ഥമെന്നും പ്രകാശയ്ക്ക് ഇന്ന അർത്ഥമാണെന്നും. എന്നിട്ട് ചോദിച്ചു, ഏതൊക്കെയാണ് ഈ 18 പ്രകാശങ്ങൾ? നമ്മൾ 12 സൂര്യചക്രം, സൂര്യൻ 12 ചക്രം, സൂര്യചക്രം 12 സൂര്യന്മാരും 6 സ്വയം പ്രകാശിത ഇതും 18 6 സ്വയം പ്രകാശ നക്ഷത്രങ്ങളുണ്ട്. അറിയാമല്ലോ, ഷഡ് നക്ഷത്രങ്ങൾ. എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. അതായത് ഷഡ് നക്ഷത്രങ്ങളാണ്. അതിന് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശങ്ങളായിട്ട് 6 നക്ഷത്രങ്ങളുണ്ട്. അവരാണ് മുരുകനെ എടുത്തു വളർത്തിയത്. കാർത്തിക നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ നക്ഷത്രങ്ങൾ 6 എണ്ണമാണ്. 6 അതാണ് ഷൺമുഖനായിട്ട് മാറിയത്. ഇത് കഥ ഉള്ളതാണ്. 6 പേരും കൂടി ചേർത്തിട്ടാണ് ഷൺമുഖനാക്കി മാറി. 6 മുഖങ്ങൾ ചേർന്ന് ഒറ്റ ശരീരത്തിൽ 6 മുഖവും വന്ന് പെട്ടതാണത്. ഇത് ഷൺമുഖം. അപ്പോൾ ഒരു 6 ഷഡ് നക്ഷത്രങ്ങൾ വേറെയുണ്ട്. ഇവിടെ ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ ആ 12 6 18 ഇതാണ് 18 നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിതങ്ങളായിട്ടുള്ള. അവരുടെ പ്രകാശിതങ്ങൾക്ക് അധിപൻ ആരാണോ അവൻ, അതാണ് ജയപ്രകാശ. സ്വാമി സമ്മതിച്ചില്ല, അത് മാറ്റത്താൻ വേണം എന്ന് പറഞ്ഞു. ശരി സാർ എന്നെ പണ്ടണം. അപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അതാ രസം. വർമ്മ സാറില്ല, എന്നെ പുലിക്കൂട്ടിലിട്ടിരിക്കുകയല്ലേ, അങ്ങനെ തിരുവനന്തപുരത്തിരിക്കുക, എന്നെ ഇവിടെ വിട്ടിരിക്കുകയല്ലേ, പോയി കണ്ടോളാം എന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ നടന്ന സംഭവം അപ്പോഴാണ് എന്നോട് ഇഷ്ടദൈവം പൂർണ്ണത്രിശൻ താനേ, പൂർണ്ണത്രിശനോട് പൂർണ്ണാവും, ഇവിടെ പേര് ജയപ്രകാശ അല്ല, പ്രകാശാവും ശരി, പൂർണ്ണപ്രകാശ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നിന്ന് എവിടെ കൊണ്ട് വെച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സമ്പൂർണ്ണത്, ഇതാണ് സത്സംഗം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തവാക്കിയിട്ട് ഉമയാളപുരം സാറ് പറഞ്ഞു, ഇത് താനേ തുടരുന്നത് സത്സംഗം എന്ന്. അതാ ആ യോജിതമായിട്ടുള്ള പദം കിട്ടി. പിന്നെ മുതൽ എഴുതുന്നത് എല്ലാത്തിലും പൂർണ്ണപ്രകാശാന്ന് വെച്ചു. ഇത് ബാലമുരളി സാറ് വരെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്ത സംഭവമാണ്. മൂന്ന് ദിവസം കൂടെ താമസിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വേറൊരു ഗുരുനാഥനും കൂടി TK ഗോവിന്ദറാവ് സാർ. നിങ്ങൾ അങ്ങനെ കീർത്തനം പാടിയിട്ടുണ്ട്. അയ്യോ ഒന്നും പറയണ്ട. കീരവാണിയിലെ ഒരു കൃതി അദ്ദേഹം പാടി. അവസാന കച്ചേരിയാണത്, അവസാന നാളിലാണത്, അവസാന കച്ചേരിയിലാണത് പാടിയത്.
അതൊക്കെ എന്താ പറയുക, നമ്മൾ അദ്ദേഹത്തെ അനുഗ്രഹം തീർച്ചയായും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കും ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ദാസേട്ടൻ ഇരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കാൻ പറ്റി എന്ന് പറഞ്ഞതുപോലെ വേറൊരു മഹത്തരാണത്. ബാലമുരളി സാറിൻ്റെ ഇരിക്കുന്ന കാലത്ത് നമ്മൾ അദ്ദേഹത്തിനോടൊക്കെ സഞ്ചരിക്കാൻ പറ്റി, യാത്ര ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അവിടെ നിന്ന് കിട്ടി തമ്പുരു വിട്ടാനൊക്കെ ഭാഗ്യം. അതെനിക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സാറ് പറയുന്നത്, ബാലമുരളി സാറ് പറയുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കീർത്തനൊക്കെ ആയി, കീർത്തനങ്ങൾ ഓരോരുത്തർ പാടി തുടങ്ങി. ഷമീർ സ്വാമിയുടെ ഇത് അതെ പൂർണ്ണപ്രകാശമാക്കി. അവിടെ നിന്ന് പിന്നെ വരുന്നതൊക്കെ പൂർണ്ണപ്രകാശ മുദ്ര വെക്കണം എന്നായി. അപ്പോൾ മുദ്രയൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ വർമ്മ സാറ് പറഞ്ഞു, ശരി സാറ് എന്ത് പറഞ്ഞു, സാറ് ഇത് ചിട്ടപ്പെടുത്തി തരാമെന്നു. ശരി, ഷമ്മാവൂർ സാറ് രീതി ഗൗളിൽ ചിട്ടപ്പെടുത്തിയിട്ട് വർമ്മ സാറിനെ ഏൽപ്പിക്കുക ചെയ്തത്. വർമ്മ സാറിനെ പഠിപ്പിച്ചു കൊടുത്തു. വർമ്മ സാറാണ് അത് ഇവിടെ പാടിയത് ആദ്യമായിട്ട് നമ്മുടെ അവിടെ. അപ്പോൾ അത് തുടക്കത്തിൽ രീതികളാണ് വെറുതെ എഴുതാമെന്ന് പറഞ്ഞത്, വെറുതെ എഴുതി വെച്ചത് പ്രാക്ടിക്കലി അത് ഭവിച്ചു. അത്രയും പറയാം. ആ ഗുരുനാഥന്റെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നത് അത്രേ ഉള്ളൂ. അല്ല, ഇവർക്കൊക്കെ അന്യോന്യം ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. ഏത് മാനസികമായിട്ട് എൻ്റെ ഗുരു എന്ത് പറയുന്നു, ടെലിപ്പതി എന്ന് പറഞ്ഞ പോലെ ഇന്നതില്ലാന്നുള്ള എൻ്റെ അഭിപ്രായം കേട്ടോ. തീർച്ചയായിട്ടും ഗുരുനാഥൻ അറിയില്ല ശിഷ്യൻ എന്താ ചെയ്യണമെന്നുള്ളത്. അതാണ് കാര്യം. അപ്പോൾ അവർ തമ്മിലൊരു ടെലിപ്പതി വിഷയമുണ്ട്. അതിവിടെ നടന്നു എന്നുള്ള സത്യം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മളാക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞു. ഒരുപാട് കൃതികളായി തുടങ്ങി. ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയൊക്കെ കൃതികൾ പാടിത്തുടങ്ങി. അങ്ങനെ വരുമ്പോഴാണ് പി സുബ്രഹ്മണ്യൻ സാറ് പാടിത്തുടങ്ങി. സുബ്രഹ്മണ്യൻ സാറ് എൻ്റെ കൃതികൾ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, സുബ്രഹ്മണ്യൻ സാറിലൂടെയും എൻ പി രാമസ്വാമി സാറിലൂടെയൊക്കെ വരുമ്പോൾ ഈ കൃതികൾക്കൊരു മികവുണ്ടായി. വെറുതെ ഇടയ്ക്കൊന്ന് ഖണ്ഡിച്ച് പറയാം. എൻ്റെ ഇടയ്ക്ക് ഇതിലെ അനുഭവത്തിൽ TV ഗോപാലകൃഷ്ണൻ സാറേ, ഗുരുജി അവധി കഴിഞ്ഞ ഗുരുജി, അദ്ദേഹം മ്യൂസിക് ചെയ്ത് സംഗീത സംവിധാനം ചെയ്തിട്ട് കുറച്ച് വർക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മധു ബാലകൃഷ്ണനൊക്കെ പാടിയിട്ടുണ്ട്, മധുവും ശോഭയൊക്കെ പാടിയിട്ടുള്ളത്. അതിനകത്ത് ഒന്നുണ്ട്, എനിക്കന്ന് അറിയില്ല ശരിക്കും, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടില്ല. പക്ഷെ അതിനകത്ത് കുറെ കീർത്തനങ്ങൾ ജയപ്രകാശ് ശർമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണ്ണാർശാല മഹിമ, ഗുരുഭവനേശ്വര സുപ്രഭാതം അങ്ങ് എഴുതിയിട്ടുള്ളതാണ്. അതെ ഗുരുഭവനേശ്വര സുപ്രഭാതം ഞാൻ എഴുതിയിട്ടുള്ളതാണ്. മണ്ണാർശാല മഹിമയുണ്ട്. പിന്നെ 3 കീർത്തന, ഗണപതിയുടെ ഒരു ഗണപതിയുടെ നവവിധ ഭക്തി ഗണപതി ഉണ്ട്. ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ ട്രഡീഷണൽ സാറ് ഒരുപാട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സാറ് പാടിയിട്ടുണ്ട് കച്ചേരിക്ക്. ഭയങ്കര കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃതി. അത് ഇപ്പൊ ഈ TV സാറ് പറഞ്ഞപ്പോഴാണ് ഗോവിന്ദറാവ് സാർ ഒരു വിഷയം പറഞ്ഞു, TKG എന്ന് പറയുന്നത്. അതെ, കാരണം ഞാൻ ഗോവിന്ദറാവ് സാർ തൃപ്പൂണിത്തുറയാണ് അഭിമാന സ്തംഭങ്ങൾ. TN കൃഷ്ണനും അതെ, TN കൃഷ്ണൻ സാറ് വയലിൻ സാറും. അപ്പം ഇതൊക്കെ നമ്മളുടെ ഓരോരോ രത്നങ്ങളാണ് നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള. ഗണേഷ് കുമരേഷിന്റെ അച്ഛൻ അതെ. പിന്നെ മാത്രമല്ല ഉണ്ടല്ലോ പിന്നെ അത് ബോംബെ ജയശ്രീ ബോംബെ സിസ്റ്റേഴ്സ് ചക്കമുറയാണ് താമസം. സരോജ ലളിത അവരൊക്കെ തൃപ്പൂണിത്തുറയാണ് അവരുടെ ഒറിജിൻ വന്നിട്ട്. അത് ഇപ്പോഴും ഒരു പറയുന്നുണ്ട്. ചില മണ്ണിന്റെ പറയും. ഇപ്പൊ മണ്ണൂത്തി അതെ, മണ്ണൂത്തി വെച്ചാൽ കാർഷികമായിട്ടുള്ള സർവകലാശാലയെല്ലാം ഉള്ളത്. അവിടെ എന്ത് നട്ടാലും വെറുതെ ഒരു ഉണക്ക ഗുളികയല്ലേ എന്ന് പറയാം, കളിക്കുന്ന ഗോലികായ കൊണ്ട് നട്ടാലും പിറ്റേ ദിവസം മുളക്കിയത്. ആ മണ്ണിന്റെ ഫലഭൂയിഷ്ടമായ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയുടെ മണ്ണിനൊരു സാംസ്കാരിക പൈതൃകമുണ്ട്. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞ അതവിടെ നമ്മളാക്കി ഉണ്ടാക്കണമല്ല, തനിയെ ഉണ്ടാവണതാണ്. അതുണ്ടാവണം. അതെ. പിന്നെ അവിടെ വിഷയം ഇതിലേക്ക് വരുമ്പോൾ അതെ, എന്നെ മോൾഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. വെറും ഒരു കളിമണ്ണായിരുന്ന സംഭവത്തിന് ഇങ്ങനെ ഒരു മോൾഡിങ്ങിലേക്ക് എടുത്തത് ഒന്ന് പ്രഭാവർമ്മ സാറ്, പിന്നെ NP രാമസ്വാമി സാറ്. NPR സാർ അറിയാമല്ലോ, NP രാമസ്വാമി. പിന്നെ ഉള്ളത് നമ്മുടെ P സുബ്രഹ്മണ്യമാണ്. പിന്നെ ഉള്ളത് TK ഗോവിന്ദറാവ് സാറാണ്. അവസാനമാണ് ഞാൻ മറ്റേ മാവേലിക്കര P സുബ്രഹ്മണ്യ സാറ് കയറി ഇതായത്. കാരണം അത്ര
അറ്റാച്ച്മെൻറ്റ് വരികയും ഒക്കെ ചെയ്തു. കാരണം മിക്ക സമയവും വർമ്മ സാർ വിട്ടാൽ നേരെ ഞാൻ ഗോവിന്ദ സാറത്തെ പോക്ക്. അവിടെയാണ് താമസമൊക്കെ. സാറിൻ്റെ ചെന്നൈയിലുള്ള അടയാറ് വീട്ടിലാണ് താമസമൊക്കെ. അവിടെ നിന്നുള്ള ഒരുപാട് സബ്ജക്റ്റ് നമ്മളെ അദ്ദേഹം ഒരുപാട് കീർത്തനം എഴുതിയിട്ടുണ്ട്. ഒരുപാട് പല പല ആൾക്കാരെ കമ്പൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ എൻ്റെ തന്നെ 32 കൃതികൾ അദ്ദേഹം സെറ്റ് ചെയ്ത് ഒരു പുസ്തകം ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചത് ഇനി ഇറക്കിയിട്ടില്ല, ഇരിക്കണം. അത് ഞാനത് ഫുൾഫിൽ ചെയ്യണം, ഇറക്കണം. അതാണ് എൻ്റെ വലിയൊരു. ഗോവിന്ദരാജ് സാറിന് ഇപ്പോൾ ടി.കെ. ഗോവിന്ദരാജ് സാറിന്റെ ഒരു തില്ലാന കലാമണ്ഡലത്തില് സമന്വയം എന്ന പേര് ചെയ്തിരുന്നു. ഇത്തവണത്തിൽ അത് ഓർമ്മിക്കാതെ വയ്യ. ലീലാമുട്ടിച്ചായി കൂടി ആണ് ചെയ്തിരുന്നത്. അവിടുത്തെ സിലബസിലുണ്ട് സിന്ധുവരി രാഗത്തില്. ശരി. തിസ്ര ഗതിലെ താളം. കാലിൽ ചിലങ്കയുടൻ കനിവിടനെ ഈ താളം തിസ്രാണത്. പക്ഷെ അത് പാടുന്ന കാലിൽ ചിലങ്കയുടൻ തോന്നിക്കും. ടി.കെ. സാറിന് തില്ലാനാണ്. അല്ല, ഞാൻ പറയാം, ഒരുപാട് അങ്ങനെ ഇവരെല്ലാവരും തന്നെ മഹത്തുക്കളാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അവർ നമ്മൾ അതുപോലെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ഈ ടി.കെ. ഗോവിന്ദരാജ് സാറ് ഈ കുറെ കാലത്തിന് ശേഷമാണ് അദ്ദേഹം തൃപ്പൂണിത്തുറക്കാരൻ ഞാൻ അറിയുന്നത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി പോയി കർണാട്ടിക് മ്യൂസിക് ബുക്ക് സെന്റർ ചെന്നൈയില്. അവിടെ ചെന്നപ്പോൾ ഈ അദ്ദേഹത്തിന് പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ അനന്തരാമൻ സാറിനായിരുന്നു അവിടുത്തെ കല്യാണരാമൻ സാർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ടി.കെ.ജി. സാറിന്റെ പുസ്തകം വേണമെന്ന്. ടി.കെ.ജി. സാറ് കണ്ടിട്ടുണ്ടോ? പാതിരിക്കങ്ങളെ ഇല്ല, പാകത്തല്ലേ സാർ, ഇപ്പോൾ ഒരു മേഖലയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ സാറ് യാദൃശ്യമായിട്ട് കയറി വന്നു. ഇതിനടുത്ത് പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫായിട്ട് എനിക്ക് എത്തുന്നു. അല്ല, ഒരു വലിയൊരു വിഷയമാണ്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടുങ്ങിപ്പോയി. ഗോവിന്ദ റാവു എന്ന് പറഞ്ഞ മദ്രാസോ ബാംഗ്ലൂർ. അദ്ദേഹം അവിടുത്തെ തീർത്ഥമാണിയായിരുന്നു. പൂർണ്ണക്ഷേത്രത്തെ തീർത്ഥമാണിയായിരുന്നു 13 വയസ്സ് വരെ. തീർത്ഥം കൊടുക്കുന്ന ആള്. ആ തെക്കേ നടക്കേ തെക്കേ ഗോപുരത്തിന്റെ അവിടെ തീർത്ഥം കൊടുത്തുകൊണ്ടിരുന്ന. തീർച്ചയായും ആറൻ വ്ളോഗ്സിലൂടെ ഒരുപാട് ചരിത്രങ്ങളിലേക്ക് ആദായമാണ്. അവിടെ തീർത്ഥം കൊടുത്തുകൊണ്ടിരുന്നതാണ് 13 വയസ്സ് വരെ. അതിന് ശേഷമാണ് അങ്ങനെ പോണത്, പാട്ട് പഠിക്കാൻ വേണ്ടി പോണതാണ്. ശരി, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് ആ ഒരു മോൾഡിങ് ആണ് നമുക്ക് കിട്ടിയത് ശരിക്കും പറയാം. അതും ഇപ്പോഴും എന്താ പറയുക, അവരുടെയൊക്കെ കരുണയില്ലെങ്കിൽ ഒരു വസ്തു ചെയ്യാൻ പറ്റില്ല കേട്ടോ. സൂര്യന്റെ ചൂട് പറഞ്ഞ പോലെ അതിങ്ങനെ കിടക്കും. അത് ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന അതാണ്. സാറ് പറഞ്ഞത് എന്താണ്, സാറ് എന്താണ് നമുക്ക് പറഞ്ഞു തന്ന വഴി. ഇപ്പം തന്നെ കീർത്തനമൊക്കെ എഴുതുമ്പോൾ അറിയാലോ, പല്ലവിയിലെ 2ാമത്തെ അക്ഷരം അനുവല് 2ാമത്തെ അക്ഷരം ഒന്നായിരിക്കണം. ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം തന്നെ ഒന്നായിരിക്കണം. ഏകാക്ഷപ്രാസം, ആദ്യാക്ഷരപ്രാസം, പിന്നെ അന്ത്യാക്ഷരപ്രാസം ഒക്കെ. ഇതിനൊരു തമിഴൊരു പേരുണ്ട്, എതുഹൈ മോണൈ എന്നാ പറയാ. എതുഹൈ മോണൈ എന്നാണ് പറയാ. ഇത് തമിഴിലൊരു വാക്കാണ്. അപ്പൊ ഈ എതുഹൈ മോണൈ അല്ലെങ്കിൽ ഈ ഒരു പ്രാസ വിഷയം ഇല്ലാത്തതിനെ നല്ലതായിട്ട് കണക്കാക്കിയിട്ടുമില്ലായിരുന്നു പണ്ട്. അതിനൊക്കെ ഇവർ എടുത്തിങ്ങനെ ഉദാഹരണം തരുന്നത് വലിയ വലിയ ദീക്ഷകരുടെയൊക്കെ കൃതി എടുത്തിട്ടാ. ഇത് പാര് എന്ന് പറഞ്ഞിട്ട് പാടുകയാണ്. ഇതിൽ പാര് രണ്ടാമത്തെ അക്ഷരത്തെ പാര് കറക്റ്റായിരിക്കാ, ഇതിൽ എന്നെ ഇല്ലേ, എഴുത്. ഇതാണ് കളി. വഴി കാണിച്ചിരണത്. ഇങ്ങനെയാണ് എവിടെ ത്രിമൂർത്തികളുടെ കീർത്തനത്തിന് ഒന്നും പറയണ്ട. ഇങ്ങനെയാണ് അതിൻ്റെ മോൾഡിങ് നടന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ കാലത്ത്. അങ്ങനെ പിന്നെ അത് ഒരു ശീലമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും നേരത്തെ നിങ്ങൾ JP ശർമ്മജി നിങ്ങൾ പറഞ്ഞ വാക്ക് അന്വർത്ഥമായത് ഇവരൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം, മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവരുടെയൊക്കെ ഉണ്ടോ, അതാണ് വലിയൊരു കാര്യമാണ്. അതൊക്കെ ചോദ്യം തന്നെയാണ് അവിടെ. കാരണം സിമ്പിൾ 2:30 മണി ചെമ്പയില്ല ഉണ്ടാവില്ല, വെളുപ്പിന് 2:30 മണി വരെ പല്ലവി അനുപല്ലവി ചരണം ഇതൊക്കെ എഴുതിപ്പിച്ച ശേഷം ചരണത്തിൽ 1 വരി 2 വരി വിട്ടിട്ടുണ്ടാവും. നീ പോയി തൂങ്ക് എന്ന് പറയും ഗോവിന്ദറാവ് സാറ്. അപ്പുറത്തെ റൂമിലാണ് ഉറങ്ങണേ. അവിടെ ഒരു സ്റ്റെയറിൻ്റെ താഴത്ത് എനിക്ക് പായ വിരിച്ചിട്ടുണ്ടാവും. ഞാനവിടെ കിടപ്പ്. 4 മണിയാകുമ്പോഴത്തേക്കും അതേ എന്തിരിക്കലിയാ 2:30 മണിക്ക് 3 മണിക്ക് കിടന്നിട്ടേ ഉള്ളൂ. ബാക്കി ഇருக்கு ഫിൽ പண்றதுக்கு ഇനിയും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് 2 വരി എഴുതിയിട്ട് പെടുത്തു തൂങ്ങുന്നത്. ഇതായിരുന്നു നമ്മുടെ. അപ്പൊ നമ്മൾ ഞെട്ടി ഒഴിവിടണം. എഴുന്നേറ്റ് പറയേണ്ട പറ്റില്ല. ഇന്ന് അങ്ങനെ പറയാനുള്ള ഗുരുക്കന്മാരില്ല, അഥവാ പറഞ്ഞത് കേൾക്കാൻ പറ്റിയ ശിഷ്യന്മാരില്ല. ഇത്
ഇത് കേട്ട ഉടനെ തന്നെ ചമ്പരം പടിഞ്ഞിരിക്കില്ല. ഉറക്കമാണോ ഇതാണോ എന്നറിയില്ല. പക്ഷേ അതിന് വന്നതെല്ലാം ഞാൻ എൻ്റെ ഇതായിട്ട് പറയല്ല, ആരും തന്നെ പോ എന്ന് പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, നെയ്വേലി സന്താന ഗോപാലൻ സാറും ശേഷഗോപാലൻ സാറ്, ശങ്കരാചാര്യൻ സാർ, ടി വി ശങ്കരാചാര്യൻ സാറൊക്കെ പാടിയിട്ടുണ്ട്. ഒരുപാട് കൃതികൾ എടുത്തിട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹം നെയ്വേലി സാറിന് പറയാമല്ലോ, ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പാടിയിട്ടുണ്ട്. ഒരു കൃതി വെച്ചിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പാടിയിട്ടുണ്ട്, അർത്ഥം പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒരു മഹാഭാഗ്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ കാണാത്ത തലം അവർ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കലാമണ്ഡലത്തിലാണെങ്കിലും കാലടി സർവകലാശാലയിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റേ നാഗ്പൂർ, ഞാൻ പറഞ്ഞല്ലോ നാഗ്പൂർ കാളിദാസ യൂണിവേഴ്സിറ്റി, അവിടെയുള്ള കുട്ടികൾ ഇപ്പോൾ ഒരു 3-4 കുട്ടികൾക്ക് PhD എൻ്റെ കൃതികളിലൂടെയാണ്. കൃതികൾ വെച്ചിട്ടുണ്ട് അവർ. കണ്ടംപററി കമ്പോസിഷൻസിൽ എൻ്റെ പേരും എനിക്ക് വേണ്ടി ഒരു പേജും ഒക്കെ മാറ്റി വെച്ച് അവർ വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സബ്ജക്റ്റ് വരുന്നുണ്ടല്ലോ. ആ ഒറ്റ വാക്യം പിടിച്ചോട്ടെ, ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന വാഗ്ഗേയകാരന്മാരിൽ ഈ കർണാടക സംഗീത കൃതികൾ എഴുതുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എൻ്റെ അറിവിൽ ഒരാളെ ഞാൻ പറയാം, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന തുളസീവനൻ സാറ് ഏറ്റുമാനൂരുള്ള. അതെ, പിന്നുള്ളത് ഞാനാന്നുള്ളതാണ് അറിവ്. രണ്ടാമത്തെ അല്ല സ്വീകരിക്കാം. ബാലമുരളി സാറ് ഉണ്ടായിരുന്ന സമയത്ത് ബാലമുരളി സാറായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലം അതാണ്. കൃഷ്ണമൂർത്തി സാറുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അയ്യോ, കൃഷ്ണമൂർത്തി സാറിന്റെ കൃതികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. ഇപ്പോൾ MDR സാറ് ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരള കമ്പോസേഴ്സ് ആണ്. അതാണ് എടുത്ത് പറയാൻ കാരണം പുതുക്കോടും കേരള കമ്പോസേഴ്സ് ആണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മളുടെ പേരോട് വന്നതിൽ വളരെയധികം സന്തോഷം. ഇപ്പോഴെങ്കിലും വന്നതിൽ ഇപ്പോൾ വന്നതിൽ നമ്മളൊക്കെ മരിച്ചു പോയിട്ട് വന്നിട്ട് കാര്യമുണ്ടോ എന്ന്